കോഴിക്കോട് പശുക്കടവിൽ വീട്ടമ്മ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ കെണിയൊരുക്കി എന്ന സംശയത്തിൽ ദിലീപ് ചീരമറ്റത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അതിനിടെ പോലീസ് അന്വേഷണം മന്ദഗതിയിലാണെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത് വരികയും ചെയ്തു. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇത് സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു കാരണം? പോലീസിന് എന്തെങ്കിലും ഒരു ലീഡ് കിട്ടിയിട്ടുണ്ടോ? ദിവിഷ്മണി, പശുക്കടവിൽ കോഴിക്കോട് പശുക്കടവ് കോങ്ങോടുമലയിൽ ബോബി എന്ന വീട്ടമ്മ മരിച്ചിട്ടിപ്പോൾ 2 ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും പോലീസ് ഇതിലൊരു അസ്വാഭാവിക മരണത്തിന് ഉള്ള കേസായിട്ടൊരു FIR മാത്രമാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഷോക്കേറ്റാണ് മരിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ അത് വ്യക്തമാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സംശയമുണ്ട് എന്ന രൂപത്തിൽ ആണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നേരത്തെ ഈ സ്ഥലമുടമയായിട്ടുള്ള കോങ്ങോടുമല കോക്കോത്തോട്ടത്തിന്റെ സ്ഥലമുടമയായിട്ടുള്ള ആലക്കൽ ജോസിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അദ്ദേഹത്തെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന് ഒന്നും അറിയില്ല എന്ന രീതിയിലാണ് മൊഴി നൽകിയത്. അദ്ദേഹം പ്രകടിപ്പിച്ച സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കൂടെ ഈ ദിലീപ് ചീരമറ്റം എന്ന് പറയുന്ന നാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹത്തെ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. പന്നിക്കണി ഇദ്ദേഹം വെച്ചതാണോ എന്നൊരു സംശയമാണ് പോലീസ് ഇതിൽ പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും അതിലൊരു എന്തെങ്കിലും തുടർ നടപടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നും പോലീസ് ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ നാട്ടുകാരടക്കം, അതായത് അവിടെയുള്ള ആ നാട്ടിലെ CPM അടക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പോലീസ് അന്വേഷണം ഇഴഞ്ഞാണ് നീങ്ങുന്നത്, പോലീസ് അതിൽ കൃത്യമായിട്ട് ഇടപെടുന്നില്ല എന്നൊരു വിമർശനം ഇതിനോടകം തന്നെ ആ നാട്ടിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ ഒരു പക്ഷേ അവിടെ പന്നിക്കണി വെച്ചാണ് ഇവർക്ക് ഷോക്ക് ഏൽക്കാൻ കാരണം. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ അവിടെയുള്ള ആ സംവിധാനങ്ങളൊക്കെ മാറ്റിയിരിക്കണം. ഫോറൻസിക്കിന്റെ പരിശോധന അവിടെ നടന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രതിയിലേക്കോ അതല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിലേക്ക് പോലീസിന് എത്താൻ ഇത്ര സമയം വേണമോ എന്ന സംശയമാണ് ഇവരെല്ലാം ഉന്നയിക്കുന്നത്. ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പിനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയവുമൊക്കെ അവിടെയുള്ള CPM അടക്കമുള്ളവർ ഇതിനോടകം ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ മരിച്ചു കിടക്കുന്ന ബോബിയും വൈദ്യുതാഘാതമേറ്റുള്ള മരണങ്ങൾ ഇപ്പോൾ പലപ്പോഴേ കാണുന്നുണ്ട്. ഇതിൽ വലിയ സംശയം ഉടലെടുത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തത്. പക്ഷേ അതേസമയമാണ് എന്തെങ്കിലും ചില ഒത്തുതീർപ്പ് നീക്കങ്ങൾ നടക്കുന്നു എന്ന സംശയം കൂടി ഉന്നയിക്കപ്പെടുന്നത്.